Dear students, I am SHANOJ LAL. Welcome to my class. So, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 9th സ്റ്റാൻഡേർഡിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇറാഷണൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം p/q. √2, √3, പൈ, ലോഗ് എന്നൊക്കെ പറയുന്ന ധാരാളം നമ്പേഴ്സ് ഇറാഷണൽ ആയിട്ടുണ്ട്. ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് നമുക്കറിയാം. സേഡ്സ് ഉണ്ട്, ട്രാൻസ്ഡെൻഡൽസ് ഉണ്ട്, മറ്റെല്ലാം ഉണ്ട്. അപ്പോൾ സേഡ്സ് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേഡ്സ് നോക്കാം. √2, √3, √5 എന്നൊക്കെ പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിളാണ്. ഒരു നമ്പർ പി എന്ന് പറയുന്ന നമ്പർ √p ഈസ് സെറ്റ് ടു ബി ഇറാഷണൽ ഇഫ് p ഈസ് പ്രൈം, അല്ലേ? പി ഒരു പ്രൈം നമ്പർ ആവുന്ന സമയത്താണ് √p നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഈ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിന് ഇറാഷണൽ നമ്പേഴ്സ്. ഒരു നമ്പർ എസ് ഇറാഷണൽ ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? In general, we say that S is irrational. We cannot be express S in the form p/q. S not equal to p/q, where p and q are integers and q never equal to 0. അപ്പോൾ എസ്സിനെ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത ഇരിക്കുന്ന സമയത്താണ് എസ് എന്ന് പറയുന്ന നമ്പർ എന്താവെന്ന് പറയുന്നത് ഇറാഷണൽ നമ്പറാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നമ്പറിനെ p/q ഫോമിൽ എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയുന്നു ആ നമ്പർ ഇറാഷണൽ നമ്പറാണെന്ന് പറയുന്നു. അത് 9ാം ക്ലാസ് പഠിച്ച കാര്യമാണ്, 9th പഠിച്ചിട്ടുണ്ട്. നമുക്ക് √2, √3, പൈ എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ഉണ്ട് ഇറാഷണൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ഇറാഷണൽ ആണെന്ന് നമുക്ക് അറിയുന്ന ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമുക്കൊരു നമ്പർ തന്നാൽ അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു നമ്പർ എങ്ങനെയാണ്, സോ ഹൗ ടു പ്രൂവ് ദാറ്റ് ദ ഗിവൺ നമ്പർ ഈസ് എൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ അതിന് പുതിയൊരു തിയറം പഠിക്കുന്നുണ്ട്. ആ തിയറത്തിൻ്റെ ബേസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്രയാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയറം പുതുതായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് ആ തിയറം? ദാറ്റ് തിയറം ഈസ് യൂസ്ഡ് ടു പ്രൂവ് ദ ഗിവൺ നമ്പർ ഈസ് ഇറാഷണൽ. നോക്കാം. നമ്മളെ തിയറം ഇതാണ്. ലെറ്റ് p be a prime number. If p divides a square, then p divides a also, where a is a positive integer. p ഒരു പ്രൈം നമ്പർ ആണെന്ന് വിചാരിക്കുക. p a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി എയും ഡിവൈഡ് ചെയ്യും എന്നുള്ള ഒരു തിയറമാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രൂഫ് ആവശ്യമില്ല. അതുകൊണ്ട് പ്രൂഫ് പറയുന്നില്ല. നമുക്ക് നേരെ തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം, പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമ്മളൊരു തിയറം പഠിക്കുകയാണ്. √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളെ തിയറം എന്താണ്? √2 ഈസ് ഇറാഷണൽ. നമ്മൾ ഇതിൻ്റെ പറഞ്ഞു, നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? √2 ഈസ് ഇറാഷണൽ. സോ വാട്ട് അബൌട്ട് ദ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് √2 ഈസ് റാഷണൽ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു √2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ √2 റാഷണൽ ആയതുകൊണ്ട് √2ന് നമുക്ക് സം r/s എന്ന് എഴുതാൻ പറ്റും, വേർ s നോട്ട് ഈക്വൽ ടു 0. സപ്പോസ് ദാറ്റ് r and s ഹാവ് സം കോമൺ ഫാക്ടർ അതർ ദാൻ 1. r-നും s-നും 1 അല്ലാത്തൊരു കോമൺ ഫാക്ടർ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട്, കോമൺ ഫാക്ടർ ഒഴിവാക്കിയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് √2 എഴുതാം. √2 ഈസ് ഈക്വൽ ടു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഒഴിവാക്കി സം a/b എന്ന് എഴുതി. ഇപ്പോൾ ഇവിടെ r-നും s-നും നോ കോമൺ ഫാക്ടർ, വേർ a and b ആർ കോപ്രൈംസ്. a and b ആർ കോപ്രൈംസ്. എന്താ കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ? കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും കോപ്രൈംസ് ആണെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പറും ഉണ്ടാവാൻ പാടില്ല. സോ we say that they are co-primes. Okay, so 35 and 39. So 35/39 എന്ന് വരുന്നത് കോപ്രൈം ഫോമിലാണ്. ഫോർ എക്സാമ്പിൾ 35 ഈസ് 5 into 7 and 39 ഈസ് 3 into 13. Okay, so there will be no common prime numbers, so they are called co-primes. So there will be no other common prime numbers for these two, a and b. Cross multiplying √2b equal to a. So we write √2b equal to a. Squaring both sides, √2b
whole square equal to some a square. So we get 2b square equal to a square. So ഇവിടെ നോക്കുക 2b square equal to a square ആണ്. a square 2 കൊണ്ട് divisible ആണ്. So a square is divisible by 2. So we have a theorem that if a prime number p divides a square, p divides a also. If p divides a square, then p divides a also. Using that theorem, we say that 2 divides a also. a നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ പറയുന്നത്. a നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് 2 ഇൻറ്റു സംതിങ് എന്നുണ്ടാവും. a സം 2c ആണ്. a ഈക്വൽ ടു സം 2c. We have 2b square equal to a square. By putting a equal to 2c here, we get 2b square equal to 2c the whole square, which implies 2b square equal to 4c square, or b square equal to 2c square. Here again 2 divides b square also. So 2 divides b square, which implies 2 divides b also. അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലായി? 2 കൊണ്ട് എയും 2 കൊണ്ട് ബി എയും ഡിവൈഡ് ചെയ്യാന്നല്ലേ മനസ്സിലായത്. പക്ഷേ ഇവിടെ പറഞ്ഞിരുന്നു √2 ഈസ് ഈക്വൽ ടു എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ കോ പ്രൈംസ്. എന്നർത്ഥം ദർ വിൽ ബി നോ കോമൺ പ്രൈംസ് ഫോർ ദാറ്റ് 2. അപ്പോൾ പക്ഷേ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് എയും ഡിവൈഡ് ചെയ്യാം, 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് ബി എയും ഡിവൈഡ് ചെയ്യാം. ഇത് ശരിയാണോ? അല്ല. നമ്മൾ അസംഷൻ ഇപ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലായി. കാരണം അസംഷൻ ഇപ്പോൾ തെറ്റാണ്. ഇപ്പോൾ കോമൺ ഫാക്ടർ 2 ഉണ്ടെന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ √2 റാഷണൽ നിന്ന് എടുത്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. സോ അവർ വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? √2 ഈസ് ഇറാഷണൽ. ഓക്കെ, ഇങ്ങനെ കോൺട്രാഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കുക. √3 ഈസ് ഇറാഷണൽ. സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമുക്കൊന്ന് പ്രൂവ് ചെയ്തെടുക്കാം. We assume that √3 is rational. So we write √3. So we can write √3 as some a by b, where a and b are integers, b never equal to 0. Suppose that there will be some common factors for that a and b, and we can cancel that 2 factors, and least form of this √3 is a by b. അപ്പോൾ എയും ബിയും കോ പ്രൈംസ് ആണ്, where a and b are co primes here. Okay, so now where a and b are co-primes. So if √3 equal to a by b, we can write √3 b equal to some a, squaring both sides. √3b square equal to a square, or 3b square equal to a square, which implies that. So we have a square കിട്ടാൻ 3b square ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് a square ഡിവൈഡ് ചെയ്യാം, which implies that 3 divides a square. നമ്മൾ നേരത്തെ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇഫ് 3 divides a square, then 3 ഈസ് എ പ്രൈം നമ്പർ അല്ലേ? 3 പ്രൈം നമ്പർ ആയതുകൊണ്ട് 3 എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക ആയതുകൊണ്ട് 3 divides a ഓൾസോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെറ്റ് ദാറ്റ് a ഈസ് ഈക്വൽ സം 3c, ബിക്കോസ് 3 കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ a ഒരു 3c എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ a സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3b square equal to 3c whole square, which implies that 3b square equal to 9c square. Common factor 3 കൊണ്ട് cancel ചെയ്യാം. b square equal to 3c square, which implies that 3 divides b square. So using the theorem, we say that 3 divides what? b. So here there will be a common prime number for these a and b now, which is 3. അപ്പോൾ എക്കും ബിക്കും ഇവിടെ 3 എന്ന് പറയുന്നൊരു കോമൺ പ്രൈം നമ്പർ ഉണ്ടെന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ? എന്താണ്? 3 divides a, also 3 divides b. So there will be a common factor for these a and b. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ബിക്കോസ് അവർ അസംഷൻ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾ അസംഷൻ ഇവിടെ തെറ്റായതുകൊണ്ടാണ് എന്താ അസ്യൂം ചെയ്തത്? വി അസ്യൂം ദാറ്റ് √3 ഈസ് റാഷണൽ. But actual assumption is √3 is irrational. √3 irrational ആയതുകൊണ്ട് സംഭവിക്കും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 5 മൈനസ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. സോ നമ്മൾ ഇതിൻ്റെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്താണ് അസ്യൂം ചെയ്യുന്നത്? സോ അസ്യൂം ദാറ്റ് 5 മൈനസ് റൂട്ട് 3 ഈസ് റാഷണൽ. സോ സിമിലർ വേയിൽ മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് 5 മൈനസ് റൂട്ട് 3 എങ്ങനെ എഴുതാൻ പറ്റും? സം എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ഇത് ഇങ്ങോട്ട് എടുക്കാം, നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാം. 5 മൈനസ് എ ബൈ ബി ഈക്വൽ ടു റൂട്ട് 3. 5 മൈനസ് എ ബൈ ബി ഈക്വൽ റൂട്ട് 3. ആക്ച്വലി ദീസ് എ ആൻഡ് ബി ആർ കോ പ്രൈംസ് ഹിയർ. കോമൺ പ്രൈം നമ്പേഴ്സ് ഒന്നുമില്ല, ലീസ്റ്റ് ഫോം ആണ്. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയുള്ള എഴുതിയതാണിത്. ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ റൂട്ട് 3 ഈക്വൽ ടു 5 മൈനസ് എ ബൈ ബി എന്നാണ് നമുക്ക് കിട്ടിയത്. റൂട്ട് 3 ഈസ് 5 minus a by b. 5 is an integer and a by b is a rational number. Our assumption is a by b is a rational number. So 5 minus a by b is what? Is a rational number. Is a rational number. ഒരു ഇൻറ്റിജറിന് ഒരു റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് എ റാഷണൽ നമ്പർ. ബട്ട് ആക്ച്വലി റൂട്ട് 3 ഈസ് നോട്ട് റാഷണൽ. വി നോ ദാറ്റ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. So what is our statement now? So root 3 എന്ന് പറയുന്ന irrational number will be equal to some rational. It is not possible. അല്ലേ? Why it is not possible? Because we take that root 3 is 5 minus root 3 is rational എടുത്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. So the correct statement is that 5 minus root 3 is irrational. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Show that 3 root 2 is irrational. 3 root 2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ഇതേപോലെ തന്നെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സോ വി അസ്യൂം ദാറ്റ് 3 root 2 ഈസ് റാഷണൽ. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു 3 root 2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ 3 root 2 റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം 3 root 2നെ എ ബൈ ബി ഫോമിൽ എഴുതാം. സോ 3 root 2 ക്യാൻ ബി റിട്ടൺ ആസ് സം എ ബൈ ബി. So from here root 2 can be written as a by b divided by 3, which is a by 3b. Root 2 equal to a by 3b. Given that a by b is a rational number, so a by 3b is also rational. Since a by b is a rational number, so what happened to a by 3b? A by 3b is also rational. But we know that root 2 is irrational. Root 2 is irrational. So now we get root 2 equal to a by 3b എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. But we know that root 2 is an irrational number and a by 3b is a rational number. So a rational number is equal to rational number എന്നാണ് അപ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് ശരിയാണോ? It is not possible. An irrational number never equal to a rational number. എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഇങ്ങനെ റൂട്ട് 2 ഈക്വൽ ടു എ ബൈ 3b എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ഈക്വൽ ടു എ റാഷണൽ നമ്പർ എന്ന് കിട്ടിയത്? നമ്മളെടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മളെടുത്ത കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? 3 root 2 ഈസ് എ റാഷണൽ നമ്പർ എന്ന് എടുത്തുകൊണ്ടാണ്. സോ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അവർ അസംപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ്. സോ ആക്ച്വലി 3 root 2 ഈസ് എൻ ഇറാഷണൽ നമ്പർ. ഓക്കെ. നമ്മളിപ്പോൾ ചെയ്ത എല്ലാ പ്രോബ്ലംസും ഒരു തിയറത്തെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ആൻഡ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. ഇപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഇത് നിങ്ങൾ സ്വയം നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് വർക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഹോംവർക്കാണ്. എക്സസൈസ് 1.3-ലെ 3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ദിവസവും ഹോംവർക്ക് സ്വന്തം ചെയ്ത് നോക്കണം. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ എക്സാം ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അതിന് വേണ്ടി വർക്കൗട്ട് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഹോംവർക്കുകളുടെ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ്.